നമസ്കാരം. വി ഡി സതീശൻ സർക്കാരിന്റെ പ്രഖ്യാപിത നയമായ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15-ാം തീയതി പ്രാബല്യത്തിൽ വരികയാണ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ചർച്ചകളും അഭിപ്രായങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ഈ സൗജന്യത്തിന് പോകില്ലെന്നാണ് പല യുവതികളും പങ്കുവയ്ക്കുന്നത്. ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അതൊന്ന് വായിക്കാം. എൻ്റെ സതീശൻ ചേട്ട, ഞങ്ങൾ ഭൂരിഭാഗം പെണ്ണുങ്ങൾക്കും KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്രയൊന്നും വേണ്ട. ഞങ്ങൾ സ്വന്തം സമ്പാദിച്ച പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ടിക്കറ്റ് പൈസ കൂട്ടാഞ്ഞാൽ അത്രയും നല്ലത്. സ്ത്രീ ഉന്നമനം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഫ്രീ ആയി കൊടുക്കുക എന്നായിരിക്കരുത്. അഥവാ നിങ്ങൾ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ അനുവദിച്ചു എന്നിരിക്കട്ടെ, എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അങ്ങേക്കറിയാമോ? ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോഴത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ സ്റ്റുഡൻസ് ടിക്കറ്റിൻ്റെ അവസ്ഥ അഥവാ അതിലും താഴത്തെ അവസ്ഥയായിരിക്കും ഞങ്ങളുടേത്. കണ്ടക്ടറും ഡ്രൈവറും സ്ത്രീകളുടെ തല കണ്ടാൽ ആ സ്റ്റോപ്പിൽ ബസ് നിർത്താതെ പോകും. ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾ കബഡി കളിച്ച് ബസ്സിൽ കയറുന്നത് പോലെ ഒന്നുകിൽ ബസ് സ്റ്റോപ്പിൻ്റെ കുറേ മുന്നിൽ കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ച് പിന്നോട്ട് നിർത്തും. അങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഓടി തളർന്നു വേണം സ്ത്രീകൾ ഇനിമേൽ ബസ്സിൽ കയറാൻ. അഥവാ ബസ്സിൽ കയറിയാൽ ടിക്കറ്റിന് പൈസ തന്നവർ ഇരിക്കട്ടെ, അല്ലാത്തവർ നിൽക്കട്ടെ എന്ന് കുട്ടികളോടുള്ള നിയമം ഞങ്ങളോടും പാലിക്കാൻ കണ്ടക്ടർമാർ നിർബന്ധിക്കും. പോരാത്തതിന് മുന്നോട്ട് നീങ്ങി നിൽക്കാനുള്ള ചീത്തവിളി, മുന്നോട്ട് നീങ്ങി നിന്നാൽ പിന്നോട്ട് നീങ്ങി നിൽക്കാനുള്ള മറ്റൊരു ചീത്തവിളിയും. ഇനി ബോയ്ക്കോട്ടടിച്ച് ഒരു ജീൻസും ഷർട്ടും ഇട്ട് കയറിയാൽ ചിലപ്പോൾ പെണ്ണാണെന്ന സർട്ടിഫിക്കറ്റ് കാണിക്കാനും കണ്ടക്ടർ പറയും. അങ്ങനെ മാനം കെട്ട് ഞങ്ങൾ ജീവിക്കണം. അഥവാ KSRTC എങ്ങാനും നഷ്ടത്തിൽ പൂട്ടിപ്പോയാൽ അങ്ങയുടെ പേരിൻ്റെ ഒപ്പം സ്ത്രീകൾ എന്ന സമൂഹത്തിൻ്റെ പേരും എക്കാലത്തും ജനം ഓർക്കും. ജോലി പോയ KSRTC ജീവനക്കാരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ശാപവും ഞങ്ങൾ സ്ത്രീകളുടെ മേലായിരിക്കും. അങ്ങേക്ക് സ്ത്രീ സമൂഹത്തിനോട് വലിയ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ KSRTCയിൽ സ്റ്റാഫിൻ്റെ കണക്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എന്നത് 50-50% ആക്കാൻ അഭ്യർത്ഥിക്കുന്നു. ബസ്സിൻ്റെ ചാർജ് കൂട്ടാതെ 5 കൊല്ലം ഭരിക്കുവാനും അഭ്യർത്ഥിക്കുന്നു. പറ്റുമെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയി ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കണം. ഗോപിക എന്ന യുവതിയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. ഇനി ഞാനൊരു വീഡിയോ കാണിക്കാം. ഞാനൊരു സ്ത്രീയാണ്, നിങ്ങൾ ഇന്ന് ഇങ്ങനെ സുഖിപ്പിക്കല്ലേ, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയോ? നമ്മുടെ ചെക്കന്മാരൊക്കെ നിങ്ങൾ ആക്രി സാധനം കൊടുത്ത് വാങ്ങിച്ചത്, അത് അവരെ നിങ്ങൾക്ക് ഇനി വേണ്ടേ? ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ കാത്തു നിന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടുന്നത്. ഇനി ഒരു 3 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടാവും. അപ്പോഴായിരിക്കും എന്റെ എൻട്രി. ടിക്കറ്റ് പോലും എടുക്കാത്ത എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടിരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് തരണം. തന്നില്ലെങ്കിൽ ഞാൻ പറയും ഇത് സ്ത്രീകളുടെ സീറ്റാണെന്ന്. അപ്പൊ നിങ്ങൾ ആണുങ്ങൾ മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് ഒരു പൊട്ടനെ പോലെ എഴുന്നേറ്റ് തരണം. കാരണം അതാണ് നിയമം. അടുത്ത മാസം തൊട്ട് നമ്മുടെ KSRTC ബസ്സിൽ നടക്കാൻ പോകുന്ന ഒരു സ്ഥിരം കലാപരിപാടി ആയിരിക്കും ഇത്. കാശ് കൊടുക്കുന്നവർ കമ്പിയെ തൂങ്ങി നിൽക്കണം, കാശ് കൊടുക്കാത്തവർ കസേരയിലിരിക്കണം. ശുദ്ധ തെണ്ടിത്തരമല്ലേ? എന്താ ആണുങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്ത ബസ്സിന്റെ ഗിയർ മാറൂലേ? ആണുങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ പുരുഷന്മാരായതുകൊണ്ട് ഇരട്ടി ശമ്പളം കൊടുക്കുന്നുണ്ടോ? അതോ ആളൊന്നിന് പണം കഴിക്കുന്ന മരത്തിന്റെ തൈ വല്ലതും കൊടുക്കുന്നുണ്ടോ? സ്ത്രീ സുരക്ഷയ്ക്കുള്ള മാറ്റമാണിതെങ്കിൽ പുരുഷന്മാരുടെ സുരക്ഷ ആരും നോക്കും? ഒരുപാട് ഞരമ്പന്മാര് ബസ്സിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അറിയാതെ പോലും തട്ടാത്ത മാന്യന്മാരും ഇല്ലേ? ഇനി അറിയാതെ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ അവരെ പീഡകനാക്കി ചിത്രീകരിക്കുന്ന സ്ത്രീകളും ഇതേ ബസ്സിൽ തന്നെ ഇല്ലേ? അപ്പൊ പുരുഷന്മാർക്ക് സുരക്ഷ വേണ്ടേ? ഒരു സംഘടനകളും ചോദിച്ചു വരില്ല എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് പോലും വേണ്ടാത്ത തെണ്ടികളാണോ പുരുഷന്മാര്? അല്ല, നാണവും മാനവും ഇനി സ്ത്രീകളുടെ മാത്രം കുത്തകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടോ? ഈ സൗജന്യങ്ങളൊക്കെ എപ്പോഴും ഒരു വിഭാഗത്തിന് മാത്രം കിട്ടിയാൽ മറുവിഭാഗത്തിന് അമർഷം ഉണ്ടാവും. ബസ് ചാർജ് എല്ലാവർക്കും ഒരുപോലെ കുറച്ചു നൽകാം. ഇനി ഫ്രീ ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ രോഗികൾ, വയോധികർ, വികലാംഗർ, വിദ്യാർത്ഥികൾ, അങ്ങനെ എത്ര അർഹതപ്പെട്ട കാറ്റഗറികളുണ്ട്. സ്ത്രീകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് എന്തോ ഒലക്കയുടെ മൂടാണ് കൂടുതലുള്ളത്. സൗജന്യത്തിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. ചോദ്യം ചോദിക്കുന്നവരെയും വിയോജിക്കുന്നവരെ എപ്പോഴും വിമർശകരായിട്ട് കാണുകയും വേണ്ട. കാരണം ഇതൊരു വ്യക്തിയോടോ പാർട്ടിയോടോ അല്ല, നിയമത്തോടും നീതിയോടുമാണ്. നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണെങ്കിൽ നീതിയും സൗജന്യവും സംരക്ഷണവും കിട്ടേണ്ടത് ജനങ്ങൾക്കാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ഇന്ന് വർണ്ണത്തിലോ ജാതിയിലോ വിവേചനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലിംഗവിവേചനം? വേണ്ടി വന്ന തെങ്ങേ കയറാൻ അറിയാവുന്ന മിടുക്കികളും മീൻകറി വെക്കാൻ അറിയാവുന്ന മിടുക്കന്മാരുമുള്ള കേരളത്തിൽ ഇത്തരം ആനുകൂല്യങ്ങൾ പുതിയ തലമുറ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അധ്വാനിച്ച പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന എന്റെ അപ്പൻ ഒരു പുരുഷനായിരിക്കെ ഒരു സ്ത്രീ എന്ന ഞാൻ ഒരിക്കലും ഒരു ബസ്സിലും ഈ അന്യായ ആനുകൂല്യത്തിന്റെ പങ്കുപറ്റി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യില്ല. വായ തുറന്ന് പറയണം, കണ്ണു തുറന്ന് കാണാൻ. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ അന്തസ്സിനെയും മാനത്തെയും കുറച്ച് കാണരുതെന്ന് തന്നെയാണ്.
പിന്നെന്തുവാ സ്ത്രീ സമത്വം? പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ കാണണം, അതിനല്ലേ സ്ത്രീ സമത്വം എന്ന് പറയുന്നത്? ഇങ്ങനെ പോയാൽ ഭാവിയിൽ പുരുഷന്മാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരും. എന്തിനാ പുരുഷന്മാർക്കും സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട്